നമ്മുടെ മൊബൈൽ ഫോൺ ഒരു LED സ്ക്രോളർ പോലെ ആക്കി മാറ്റാൻ സഹായിക്കുന്ന സൗജന്യമായിട്ടുള്ള ആപ്ലിക്കേഷനാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പരിചയപ്പെടുത്തുന്നത്. നമുക്ക് വേണ്ട മാറ്ററുകൾ എഴുതിയിട്ട് സാധാരണ LED സ്ക്രോളർ പോലെ തന്നെ നമുക്ക് മൊബൈൽ ഫോൺ ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ്. ഇതുകൊണ്ട് നമുക്ക് ഒരുപാട് പ്രയോജനങ്ങളുണ്ട്. ഇപ്പോൾ ആരുടെയെങ്കിലും ബർത്ത്ഡേ ആനിവേഴ്സറി ഒക്കെ വരുന്ന സമയത്ത് കേക്കോ അല്ലെങ്കിൽ സർപ്രൈസ് കൊടുക്കുന്നതിൻ്റെ ഉള്ളിലോ പുറത്തോ ആയിട്ട് ഇതിങ്ങനെ സെറ്റ് ചെയ്ത് വെക്കാം. അപ്പോൾ ഫോട്ടോ വീഡിയോ ഒക്കെ എടുക്കുന്ന സമയത്ത് നമ്മൾ എഴുതിയ മാറ്റർ ഇതുപോലെ സ്ക്രോൾ ചെയ്തുകൊണ്ടേയിരിക്കും. അതുപോലെ തന്നെ നമുക്കിത് ബിസിനസ് ആവശ്യത്തിനും ഉപയോഗിക്കാൻ പറ്റും. ഇപ്പം നമ്മുടെ കൈവശം ഉപയോഗിക്കാത്ത ഫോണോ ടാബോ ഒക്കെ ഉണ്ടെങ്കിൽ അതൊരു LED സ്ക്രോളർ പോലെ കടകളിലും മറ്റൊരാൾക്ക് എടുത്തു കൊണ്ടുപോകാൻ പറ്റാത്ത രീതിയിൽ നമ്മൾ സ്ഥാപിക്കുകയാണെങ്കിൽ നമുക്ക് എന്താണ് മാറ്റർ എഴുതേണ്ടത് ആ മാറ്റർ ഇതുപോലെ സ്ക്രോൾ ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പോൾ ഒരു അത്യാവശ്യ സാഹചര്യത്തിൽ LED സ്ക്രോളർ ഒന്നും വാങ്ങാതെ തന്നെ മൊബൈൽ ഫോൺ LED സ്ക്രോളറാക്കി മാറ്റാൻ സഹായിക്കുന്ന ഈ ആപ്ലിക്കേഷൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ വീഡിയോയിൽ പറഞ്ഞു തരാം. ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തെടുക്കേണ്ട ലിങ്ക് ഫേസ്ബുക്കിലുള്ളവർക്ക് കമൻറ്റ് ബോക്സിലും യൂട്യൂബിലുള്ളവർക്ക് ഡിസ്ക്രിപ്ഷനിലും നൽകിയിട്ടുണ്ട്. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ ഇതുപോലൊരു വെബ്സൈറ്റ് ഓണായി കിട്ടും. സ്ക്രോൾ ചെയ്ത് താഴേക്ക് പോയാൽ നിങ്ങൾക്ക് ഡൗൺലോഡ് ദി ആപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ കാണാം. അതിലേക്ക് ക്ലിക്ക് ചെയ്താൽ പ്ലേ സ്റ്റോറിൽ നിന്ന് നിങ്ങൾക്ക് ഈ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ്. ഇനി ഇൻസ്റ്റാൾ ചെയ്ത ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. പ്രത്യേകിച്ച് പെർമിഷനും കാര്യങ്ങളൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. പിന്നെ ആപ്ലിക്കേഷനിൽ പരസ്യങ്ങളുണ്ടാവും. പരസ്യങ്ങൾ കാണണ്ട എന്നുണ്ടെങ്കിൽ ഇൻ്റർനെറ്റ് ഓഫ് ചെയ്തിട്ട് ഈ ആപ്ലിക്കേഷൻ ഉപയോഗിക്കാം. അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ്റെ മാത്രമായിട്ട് ഇൻ്റർനെറ്റ് ഓഫ് ചെയ്യുന്ന ഓപ്ഷനൊക്കെ ഉണ്ട്. അതൊക്കെ ഞാൻ ഒരുപാട് വീഡിയോയിൽ പറഞ്ഞതുകൊണ്ട് ആവർത്തിക്കുന്നില്ല. ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്താൽ ആദ്യം ഹലോ വേർഡ് എന്ന് പറയുന്ന ഒരു ഓപ്ഷനാണ് ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് പോവുക. അത് വായിച്ചിട്ട് നിങ്ങൾക്ക് എന്ത് മാറ്ററാണ് വേണ്ടത് അത് എഴുതുക. ഞാനിപ്പോൾ എൻ്റെ മകൻ്റെ പേര് സഹിതം ഹാപ്പി ബർത്ത്ഡേ എന്നാണ് എഴുതിയിരിക്കുന്നത്. നമുക്ക് ഇതുപോലെ ഇമോജികളും കാര്യങ്ങളും ഒക്കെ ഇതിൽ ആഡ് ചെയ്യാൻ പറ്റുന്നതാണ്. നമ്മുടെ ഇഷ്ടാനുസരണം ഇത് ആഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇനി ഇവിടെ നിങ്ങൾക്ക് പ്ലസ് ബട്ടൺ കാണാം. നമ്മൾ ഈ പ്ലസ് ബട്ടൺ കൊടുക്കുന്നതോടുകൂടി നമുക്ക് ഈ എഴുത്ത് വലുതായി വലുതായി വരും. മൈനസ് ബട്ടൺ കൊടുക്കുമ്പോൾ ചെറുതായി ചെറുതായി വരും. നമ്മുടെ ആവശ്യത്തിനനുസരിച്ചിട്ടുള്ള സൈസ് ഇതിൽ കറക്റ്റ് ചെയ്യാം. ഇനി തൊട്ട് താഴെ ഒരു ബാർ കാണാം. അത് അഡ്ജസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് സ്പീഡ് കൂട്ടുകയും കുറയ്ക്കുകയും ഒക്കെ ചെയ്യാം. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള സൈസിൽ ആവശ്യമുള്ള വേഗതയിൽ ഇത് സെറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇനി തൊട്ട് താഴെ നിങ്ങൾക്ക് ഇവിടെ കളർ എന്ന് പറയുന്ന ഓപ്ഷൻ കാണാം. അതിൽ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ആവശ്യമായ കളറുകൾ ടെക്സ്റ്റിൻ്റെ കളർ മാറ്റാനുള്ള ഓപ്ഷൻ ഇതിനകത്തുണ്ട്. ഇനി നിങ്ങൾക്ക് പശ്ചാത്തലം ബാക്ക്ഗ്രൗണ്ടിൻ്റെ കളർ മാറ്റണമെങ്കിൽ അതുമുണ്ട്. അത് ഞാൻ ചെയ്യുന്നില്ല. അതും ചെയ്യാം. നിങ്ങൾക്ക് വേണ്ട രീതിയിൽ ഇത് സെറ്റ് ചെയ്തെടുത്ത് സ്റ്റാർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇത് നിങ്ങൾക്ക് കാണാം ഫുൾ സ്ക്രീനിൽ നമ്മൾ എഴുതിയ മാറ്റർ ഇതുപോലെ സ്ക്രോൾ ചെയ്തുകൊണ്ടേയിരിക്കും. ഇത് ഇംഗ്ലീഷ് മാത്രമല്ല, നമുക്ക് മലയാളവും ചെയ്യാം. ഞാനിപ്പം മലയാളത്തിലുള്ള ഒരു വേർഡാണ് ചെയ്തിട്ടുള്ളത് മറ്റൊരു കളറിൽ. ഇതുപോലെ തന്നെ നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ ഇതിൽ സെറ്റ് ചെയ്തെടുക്കാവുന്നതാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ കാര്യങ്ങൾ സെറ്റ് ചെയ്തെടുത്ത് പ്ലേ ചെയ്താൽ മതി. ഇനി ഇത് ഗാലറിയിലേക്ക് സേവ് ചെയ്യേണ്ട ഓപ്ഷനൊന്നും ഇതിനകത്തില്ല. ഇനി നിങ്ങൾക്ക് ഇതൊരു വീഡിയോ ആയിട്ട് വേണം, അതായത് ഈ സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം ആരുടെയെങ്കിലും പേരും വിവരങ്ങളൊക്കെ എഴുതിയ സ്ക്രോൾ ചെയ്യുന്ന കാര്യം ഉണ്ടല്ലോ, അത് നിങ്ങൾക്ക് വീഡിയോ ആയിട്ട് വേണമെങ്കിൽ ജസ്റ്റ് സ്ക്രീൻ റെക്കോർഡർ ഉപയോഗിച്ച് ഇത് റെക്കോർഡ് ചെയ്തെടുത്താൽ മതി. അതായത് ഫുൾ സ്ക്രീനിലാക്കിയിട്ട് സ്ക്രീൻ റെക്കോർഡറിൽ നിങ്ങളിത് റെക്കോർഡ് ചെയ്തെടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതേ രൂപത്തിൽ ഇത് വീഡിയോ ആയിട്ട് ലഭിക്കും. നിങ്ങൾ എന്താണ് മാറ്റർ എഴുതിയത് അത് വീഡിയോ ആയിട്ട് പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ മറ്റുള്ളവർക്ക് അയച്ചു കൊടുക്കാം, നിങ്ങൾക്ക് ഗാലറിയിൽ സേവ് ചെയ്ത് വെക്കാം, അങ്ങനെയൊക്കെ ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ജസ്റ്റ് ഇൻസ്റ്റാൾ ചെയ്തിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്ക്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. ഒരുപാട് സുഹൃത്തുക്കൾക്ക് ഉപകാരപ്പെടും. ദയവായി ഷെയർ ചെയ്യുക. ഇതുപോലെയുള്ള വീഡിയോകൾ ദിവസേന ലഭിക്കാൻ FTM ക്രിയേഷൻ്റെ ഫേസ്ബുക്ക് പേജും യൂട്യൂബ് ചാനലും സബ്സ്ക്രൈബും ഫോളോയും ചെയ്യാൻ മറക്കരുത്. അപ്പോൾ വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് ബൈ.